അങ്ങനെയെങ്കിൽ ആ ജീവനോടെ നമുക്ക് ഉയർത്തുവാൻ, ജീവനായ കർത്താവിനെ, ജീവനുള്ള ദേവനെ നമുക്ക് ജീവന്റെ ശക്തിയോടെ നമുക്ക് പുകഴ്ത്തുവാൻ കർത്താവ് സഹായിക്കണം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാമല്ലോ. സന്തോഷത്തോടെ സ്തുതിപ്പിൻ, സ്തുതിപ്പിൻ, എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാതി രാജാവിനെ. ഹല്ലേലൂയ. സ്തുതിപ്പിൻ, സ്തുതിപ്പിൻ, എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാതി രാജാവിനെ. സ്തുതിപ്പിൻ, സ്തുതിപ്പിൻ, എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാതി രാജാവിനെ. ഈ പാപത്തിൽ സൃഷ്ടികർത്താവൻ എന്നെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാപത്തിൽ സൃഷ്ടികർത്താവൻ എന്നെ ഉള്ളത്തിൽ വന്നതിനാ. ഓ ആനന്ദമേ
ശക്തിയോടുള്ള വിത്ത് കർത്താവെ മുളയ്ക്കുവാൻ തക്കവണ്ണം നിന്റെ വചനത്താൽ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ കർത്താവെ. വലിയ നിധി കണ്ടു കിട്ടിയ കൊള്ളക്കാർ മടങ്ങി സന്തോഷിക്കുന്ന പ്രകാരം ഞങ്ങൾ സന്തോഷിക്കേണ്ടതിന് നിന്റെ ദാസനിൽ കൂടെ ഞങ്ങൾക്ക് വേണ്ടുന്ന മന്നായി നൽകി ഈ പകൽക്കാലങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. നീ ഉയരണം കർത്താവിന്റെ നാമം ഉയർന്നു. വെളിപ്പാട് 5-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവരും കൂടെ ചേർന്ന് വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 12. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയമായി പാട്ടിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആസ്ക് പാസ്റ്റർ ബി ഓൾസോ ടു കം ഫോർവേഡ്. ആമേൻ. വെളിപ്പാട് 5-ാം അധ്യായത്തിൻ്റെ 12 വാക്യങ്ങൾ നമുക്കെല്ലാം കൂടി ചേർന്ന് വായിക്കാമല്ലോ. സ്തോത്രം. അവർ അത്യുച്ചത്തിൽ അർഹപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവരുടെയൊക്കെയും സിംഹാസിരിക്കുന്നവന് കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും നീക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. വിശുദ്ധ കാര്യങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളോട് അങ്ങ് സംസാരിക്കാൻ പോകുന്ന വചനത്തിനായി സ്തോത്രം. ഹൃദയങ്ങളെ തുറക്കണമേ. അങ്ങേ ആരാധിപ്പാൻ അങ്ങ് യോഗ്യൻ, അങ്ങ് മഹത്വപൂർണ്ണനായ ദൈവമാണല്ലോ. അങ്ങ് നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ വീണ്ടും അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാമല്ലോ. വളരെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി ഈ ഭൂമിയിൽ ദൈവം ശേഷിപ്പിച്ച വലിയ കരുണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Praise God for this blessed morning that God has given us and has granted us. brought us. നമ്മൾ ഓർത്തതുപോലെ ഒരാഴ്ചയുടെ ജീവിതം എന്ന് പറഞ്ഞ് ചെറുതല്ല. നമ്മ യാത്രകളിൽ, നമ്മുടെ ജോലി കാര്യങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂടെ അത്ഭുതമായി, നല്ല സഖിയായി, നല്ല പിതാവായി, നല്ല കൂട്ടുകാരനായി നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുന്ന സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. Can we remember all the provisions of God and the constant presence of God that has led us so far and continue to give him praise? ഓരോ സെക്കൻഡും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. സ്തോത്രം. Every second is precious to us. ഓരോ ശ്വാസവും വിലയേറിയതാണ് അല്ലേ? Every breath is precious. നമ്മൾ മണിക്കൂറുകളിൽ ഇവിടുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലും കാണും, ICUയിലോ അങ്ങനെയെങ്കിൽ ആ ബ്രീത്തിങ് മെഷീനുമായിട്ടൊന്ന് കണക്റ്റഡ് ആണെങ്കിൽ നമുക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. എന്നാൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അതെ നല്ല ഉത്സാഹത്തോടെ ആയിരിക്കാൻ ദൈവം തന്ന കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ ദൈവം നമ്മെ അധികമായി സഹായിക്കട്ടെ. Praise God that we are well, we are healed in the presence of God and not in the hospital where it would have been difficult for us. Yes. But praise God for all his deliverance upon us. നമ്മുടെ സഹോദര കുടുംബങ്ങളിൽ പലരും ചിലരൊക്കെ യാത്രയിലാണ്. ദൈവരെ സൗഖ്യത്തോടെ കഥാവിന്റെ ദാസൻ പശുകോശവിദ്യൻ മുതലായപ്പോൾ യാത്രയിലാണല്ലോ. ദൈവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥന ഓർക്കുക. സൗഖ്യമില്ലാതിരിക്കുന്നവരെയും പ്രാർത്ഥന ഓർക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Some of our families are traveling. Let us pray for them that God's presence will be with them. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആരാധനയിൽ വലിയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. സ്തോത്രം. Last Sunday we enjoyed the presence of the Lord. സ്റ്റാൻലിയുടെ ദൈവം അതിമഹത്തമായ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിച്ചല്ലോ. And God used Brother Stanley to reveal his presence to us. ഞാൻ പറഞ്ഞു എല്ലാ ഞായറാഴ്ചത്തെ ആരാധന അങ്ങനെ തന്നെയാണ് അവസാനിക്കേണ്ടത്. ഹല്ലേലൂയ. And my desire is that every Sunday should be like that. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് അന്ന് മുതൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണ് വെളിപ്പാട് 5-ാം അധ്യായം എന്നുള്ളത്. സ്തോത്രം. From that day onwards the Holy Spirit has been speaking to me from Revelation chapter 5. ആമേൻ. പ്രിയ രേണുവിടെ ആമേൻ വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ ആ വാക്യങ്ങൾ ഉച്ചരിച്ച് അവൻ യോഗ്യൻ എന്നുള്ള പദം അവൻ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. Rainer brother, as he was exhorting in worship, he used the phrase that he is worthy. And it was a confirmation for me that this word is from the Holy Spirit. ആമേൻ. സ്തോത്രം. പാസ്റ്റർ ബി നമ്മോട് സംസാരിച്ച ഒരു കാര്യം, നമ്മൾ അയോഗ്യരായിരുന്നു, പക്ഷെ നമ്മൾ യോഗ്യനാക്കി തീർത്ത ദൈവകൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യണം. And we were reminded early that we were unworthy, but there is someone who made us worthy. വല്ല യോഗ്യതയുണ്ടെങ്കിൽ ലഭിച്ച യോഗ്യത എല്ലാം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്. If we have any worth, it is only from our Lord Jesus. ഒന്ന് പറയാമോ, ഞാൻ യോഗ്യനല്ലായിരുന്നു പക്ഷെ കർത്താവ് എന്നെ യോഗ്യനാക്കി തീർത്തു. Can we say I was unworthy but God made me worthy? ആമേൻ. ഇവിടെ ഇരിക്കാൻ യാതൊരു യോഗ്യതയുള്ളവരല്ലായിരുന്നു നമ്മൾ. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ വിശുദ്ധന്മാരുടെ പട്ടികയിൽ ദൈവം നമ്മെ ആക്കി തീർത്ത വലിയ കരുണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം We ചെയ്യുന്നു. were not worthy to be here this morning, but thanks be to God who has put us in the list of the saints and has
gathered us here this morning. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഇന്ന് രാവിലെ നമ്മുടെ പാട്ടിൽ ഉയർത്തുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. സ്തോത്രം. Thank God for the one who was slain for us, and we have lifted him this morning through യേശുവിനെ worship. ക്രൂശിനെ ഉയർത്തുന്നിടത്ത് ഞാൻ വിശ്വസിക്കുന്നു പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. ആമേൻ. Wherever we lift the cross of Jesus, the enemy cannot stand. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നാം നമ്മെ ഉയർത്തിയാൽ പിശാച് നമ്മോട് ചേർന്ന് നിൽക്കും. എന്നാൽ യേശുവിനെ ക്രൂശിനെ ഉയർത്തിയാൽ ആർക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല. Let സ്തോത്രം. me tell you, if we try to lift ourselves, the enemy will stand with us. But if we try to lift the cross of Jesus, the enemy cannot stand there. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ വെളിപ്പാടിൽ കാണുന്ന ചില ദർശനങ്ങളാണ് നാം ഇവിടെ 5-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നത്. In സ്തോത്രം. chapter 5, we read the vision that was seen by John the Apostle. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ദൂതനെ ഞാൻ കണ്ടു. It says, and I saw a mighty angel proclaiming in a loud voice, who is worthy to break the seals and open the scroll. ആമേൻ. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിക്കും കീഴിൽ ആർക്കും കഴിഞ്ഞില്ല. സ്തോത്രം. But no one in heaven or on earth or under the earth could open the scroll or even look inside it. 4-ാം വാക്യത്തിൽ പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായികൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. Verse 4, I wept and wept because no one was found who was worthy to open the scroll or look inside. 5-ാം വാക്യത്തിൽ അപ്പോൾ മൂപ്പന്മാർ ഒരുത്തൻ എന്നോട് കരയണ്ട. Verse 5, then one of the elders said to me, do not ആ weep. വാക്കേട് ശ്രദ്ധിക്കുക. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന് വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. Says, see, the Lion of the tribe of Judah, the root of David, has triumphed. He is able to open the scroll and its 7 seals. ഇത് രാവിലെ മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ ആ അയോഗ്യതകൾ കാണുവാൻ കഴിയും. പലരും അതിന് പിന്മാറുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. And humanly, when we look, we would find ourselves unworthy and unable to open that scroll. എന്നാൽ എന്നേക്കും യോഗ്യനായ ഒരുവനെ ജയം പ്രാപിച്ചവനെ സ്തോത്രം ചെയ്ത് ആരാധിപ്പാൻ ലഭിച്ച കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. But praise be to God that we were able to worship someone who was worthy enough to open the scroll, and his name was lifted here among us. ആമേൻ. 12-ാം വാക്യത്തിൽ നാം വായിച്ചത് അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്തോത്രം. And verse 12 says, in a loud voice they were Yes. saying, worthy is the Lamb who was slain Amen. to receive power and wealth and wisdom and strength and honor and നിങ്ങൾ glory and ദർശനത്തിൽ ആ praise. കാര്യം കാണുന്ന സ്വർഗത്തിൽ ആമേൻ ഒരു കൂട്ടം ജനം ദൈവത്തെ മൂപ്പന്മാർ ദൈവത്തെ ആരാധിക്കുകയാണ്. സ്തോത്രം. There's a group of elders worshiping the Lord in heaven. അവരെങ്ങനെ ആരാധിക്കുന്നത്? സ്തോത്രം. And how are they worshiping? നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്ങനെയാണ്? നമ്മുടെ ശബ്ദത്തിലല്ല, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ തകർത്ത് ഇടിമുഴക്കം പോലെ അത്യുച്ചത്തിൽ അവർ ഘോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രം ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞ് അവന്റെ മുൻപാകെ വീണ് നമസ്കരിക്കുകയാണ്. And their voice was not low, it was not like us, but they were singing with a loud voice, like the voice of thunder. Yes. And this is what they were saying, that worthy is the Lamb who was slain, and he is worthy to receive power and wealth, all glory and praise be to him. ആ വാക്യത്തിൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. മൂപ്പന്മാർ അവനെ വീണ് നമസ്കരിച്ചു. One phrase that we need to pay attention to is the elders fell down and worshipped ആ him. വാക്ക് പൊർസ്കിനോ എന്നുള്ള വാക്കാണ്. ആ വീണ് നമസ്കരിക്കുക എന്നുള്ള പദത്തിന് അവിടെ വിശദീകരിക്കുന്ന പദം ഇതാണ്. And the Greek word is proskeno, which is to fall down and worship. ആമേൻ. അതിനെക്കുറിച്ച് അതേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിങ്ങൾക്കറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നെങ്കിലും യജമാനൻ്റെ കയ്യിൽ നിന്ന് ആഹാരം ഭക്ഷിക്കുന്ന ഒരു വളർത്തുനായ യജമാനോട് എത്രമാത്രം സ്നേഹം കാണിക്കുമോ അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി സ്നേഹത്തോട് വീണ് നമസ്കരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. And the picture would be like, imagine a pet dog who is so loyal and so in love with the master who constantly feeds him, Yes. and how much it shows its affection to the master. This word is an even more intense form of loyalty and worship and love for the master. നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ പലരുടെയും ഭവനങ്ങൾ വളർത്തുന്ന കാണുമായിരിക്കുമല്ലോ. അത് നിങ്ങൾ ഓടി വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഭവനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്നേഹമൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരല്ലേ? And we have all seen the affection the pet displays when the master comes in. ഒരാളെന്നോട് പറഞ്ഞ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ പിള്ളേർ ഒരു ലക്ഷം പോലും മിണ്ടത്തില്ല,
പിന്നെ ഓടി വന്ന് സ്നേഹം കാണിക്കുന്നത് ഞങ്ങൾ നായാന്ന് പറഞ്ഞു അല്ലേ? Someone once said, when I come in, my children don't show any affection, but my pet definitely shows that it loves me. ഈ കാലം അങ്ങനെ മാറിയിരിക്കുന്ന കാലമല്ലേ? സ്തോത്രം. And we live in such a time. ഡാഡിയും മമ്മിയും ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വരുമ്പോൾ പിള്ളേർ വേറെ ഏതെങ്കിലും മുറിയിലായിരിക്കും. അപ്പനെ അമ്മ ഒന്ന് അന്വേഷിക്കാൻ പോലും സാധ്യതയില്ല. പക്ഷെ ഓടി വരുന്നൊരു നായുണ്ട്, അത് ഓടി വന്ന് നക്കുകയും അതിൻ്റെ സ്നേഹം കാണിക്കുകയും ചെയ്യാറുണ്ട്. We live in a time where dad or mom, they come back from work, but children are nowhere to be found or not showing any affection, but the pet are always there to show their affection. ഞാനതൊന്ന് തിരിച്ചു കൊണ്ടുവരിക. And let me reverse it. നമ്മൾ പലപ്പോഴും ഈ പിള്ളേരെ പോലെ Often we are like these children. അല്ലേ? അന്നോ അല്ലയോ? Is it not? പലപ്പോഴും അങ്ങനെ തന്നെയാ. We are often like the children. എത്രയോ കരുണയും ദൈവം കനിവും കാണിച്ച് ആവശ്യം അതെല്ലാം നൽകി തന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒന്ന് ഓടി വന്ന് നമസ്കരിക്കാൻ കഴിയാതെ വേണം നമ്മൾ ഹൃദയം മാറിയിരിക്കുന്നെങ്കിൽ ഇതുപോലെ ഒരു വലിയ മടങ്ങിവരും നമുക്ക് ആവശ്യമാണ്. Praise the Lord. Even after God showing us unending love and grace and mercy in our life, Yes. often Amen. we have a sense of contempt and we move away from Him. We Amen. need to love God back. എൻ്റെ സഹോദരന്മാരെ, തമ്പുരാൻ കൈ തുറന്ന് വല്ലതും തന്നില്ലെങ്കിൽ നീ ഇന്ന് പട്ടിണി തന്നെ ആയിരിക്കും. എന്നാൽ Brothers, let ദൈവം me കൈ തുറന്ന് തന്നുകൊണ്ടാണ് വല്ലതും നമുക്കിന്ന് പ്രാപിക്കാൻ കഴിഞ്ഞത്. Brothers, let me remind you, if our God does not open His hand and Yes. feed us, we would be Amen. starving. It Amen. is only because He provides we have ഈ something. കയ്യിലേക്ക് നോക്കി പറഞ്ഞു, തമ്പുരാനെ എൻ്റെ കയ്യിൽ തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? Can we ഹല്ലേലൂയ. just praise Him and say, thank you, Lord, for providing? Amen. 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 ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? Can we praise the Lord for all എൻ്റെ His കയ്യിൽ provisions? നന്മ കൊണ്ട് നിറച്ച ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. Thank you, Lord, for giving me good things എൻ്റെ in my ബലം life. കൊണ്ടല്ല, എൻ്റെ ശക്തി കൊണ്ടല്ല ഞാൻ നേടിയത് മുഴുവനും തമ്പുരാന്റെ കരുണയാൽ നേടിയതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. It is not my strength, it is not my ability, but His grace. Amen. And therefore, can we praise Him this morning? Amen. 10-9 വർഷം മുമ്പ് ഈ രാജ്യത്ത് വന്നവർ പറഞ്ഞുകൊണ്ട് ഞാൻ $6 $7 കൊണ്ട് വന്നതാണ് എന്നാൽ ദൈവനെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. I've listened to so many testimonies where people came to this country Yes. decades ago and they would say, Amen. I came here with $6, Yes. I came here with $7, Amen. but God is the one who has led me so far. ആമേൻ. ഭൗമിക നന്മയിൽ നാം പ്രശംസിക്കുന്നവരല്ല, എല്ലാ ദൈവം നൽകിയ നല്ല ദാനങ്ങളെ ഓർത്ത് കയ്യിൽ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് കർത്താവേ നീ മാത്രം യോഗ്യനാണ്. ദൈവത്തിന് We do not take pride in our material wealth, but we want to give all glory to God who has provided every Amen. need and who Amen. has led us so far. ഇവിടെ യോഹന്നാൻ കാണുന്ന ദർശനം മൂപ്പന്മാർ ദൈവത്തെ ആരാധിച്ചത് വീട് കെട്ടിയതുകൊണ്ടോ ധനം കെട്ടിയതുകൊണ്ടോ ഒന്നുമല്ല. കാൽവറിയിലേക്ക് നോക്കി പറയാണ്, കുഞ്ഞാടേ നീ യോഗ്യൻ. ഹല്ലേലൂയ. And they are looking unto the Lamb and telling Him, Lord, you are worthy. Amen. You are worthy of all praise. ഹല്ലേലൂയ. ഹല്ലേലൂയ. Amen. പ്രൈസ് ദി ലോർഡ്. നാശത്തിന്റെ പാതയിൽ നിന്ന്, നിത്യനാശത്തിന്റെ മരണത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ച മഹാസ്നേഹത്തെ ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയണം. The ഹല്ലേലൂയ. love of God that rescued us from eternal judgment. Praise be to God. ആമേൻ. പഴയ നിയമ പുസ്തകത്തിൽ നാം മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. മോശ ഫറവോനോട് പറയുന്നു, എൻ്റെ ജനം എൻ്റെ ദൈവത്തെ ആരാധിപ്പാനായി വിട്ടയക്കുക. In the Old Testament, the book of Exodus, we see where the Lord commands Pharaoh, Yes. say, let my people go so that they can go and worship the Lord. അപ്പോൾ ദൈവം സംസാരിക്കുകയാണ്, എൻ്റെ ജനം എന്നെ ആരാധിപ്പാനായി അവരെ വിട്ടയക്കുക. സ്തോത്രം. The Lord says, let my people go so that they can go and worship me. ഇന്നും മുഴങ്ങി കേൾക്കുന്ന ശബ്ദം അത് തന്നെയാണ്. എൻ്റെ ജനം എന്നെ ആരാധിപ്പാനായി പുറത്തു വരേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. And today the same voice resounds saying, let my people be free so that they can worship me. അമ്മേനെ, കഴിഞ്ഞ രാത്രിയിൽ പ്രിയ പൈതൽ ലിബിനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ച സന്ദേശം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കാര്യമാണ്. സ്തോത്രം. And yesterday the Lord spoke through Pastor Libin and the message really convicted me. ആമേൻ. സ്തോത്രം. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ പാപത്തെ ജയിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞെന്ന് വരാം. സ്തോത്രം. And often we think about finding victory over sin. നമ്മൾ പല പട്ടികയിൽപ്പെട്ട പാപങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. സ്തോത്രം. And often we might say that I am not doing anything wrong that is mentioned in the list. എന്നാൽ എന്താണ് നമ്മുടെ പരാജയം എന്ന് കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടു. സ്തോത്രം. But last evening we heard about certain kind of defeat that ആമേൻ. comes സ്തോത്രം. across. സകല ഭാരം എന്ന് പറയുമ്പോൾ ആമേൻ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഹിൻഡ്രൻസ് ഏതാണെന്ന് നമ്മൾ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. Along with sin, the writer reminds in Hebrews 12 that there are hindrances Amen. for our faith journey. ആമേൻ. വീട് വെക്കുന്നതോ പണം സമ്പാദിക്കുന്നതോ ഒന്നും പാവമായിട്ട് നമ്മൾ കാണുന്നില്ല. സ്തോത്രം.
building a house or going out and working, it might not be sin. ഒരു വസ്ത്രം, നല്ല വസ്ത്രം ധരിക്കുന്നത് പാപമല്ല. സ്തോത്രം. Putting on good apparel might not be sin. നല്ല ഫ്രണ്ട് സർക്കിൾ പാപമല്ല. സ്തോത്രം. Having a good friends is not sin. ഇന്ന് രാവിലെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതെല്ലാം നിന്നെ ദൈവത്തിൽ നിന്ന് അകത്തുന്നതാണെങ്കിൽ അതൊരു വലിയ, അത് നമുക്ക് ആരാധിപ്പാൻ കഴിയാതിരിക്കുന്ന ഒരു ഹിൻഡ്രൻസ് ആണ്. But let me tell you, if your good friends or your good job is not letting you come to God, it is a hindrance for your faith journey. ആമേൻ. കർത്താവ് പറഞ്ഞു, എന്നേക്കാൾ അധികം നിന്റെ അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ ആമേൻ എന്റെ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. സ്തോത്രം. And Jesus reminded us, someone loves his father or mother more than me is not worthy of me. ഇത് രാവിലെ ഞാൻ പറയട്ടെ, സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്ന നമ്മെ പിന്തൽ നിൽക്കുന്ന പാപത്തിന്റെ ശക്തി മാത്രമല്ല, മറ്റേതിനെയും അതിരുമായി സ്നേഹിക്കുന്നെങ്കിൽ നമുക്കത് മടങ്ങി വരേണ്ടത് വളരെ ആവശ്യമാണ്. സ്തോത്രം. But let me tell you, if there is anything in our life, might not be sin, but there would be some hindrances that we have been suffering with. Let me tell you, we need to find rescue in that. ഇന്ന് രാവിലെ ചോദിക്കട്ടെ, നമ്മുടെ 1 മണിക്കൂറല്ല 1.5 മണിക്കൂർ നാം ആരാധനയ്ക്ക് വേണ്ടി വന്നു. എന്നാൽ പൂർണ്ണമായി ആരാധനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമ്മളെ കഴിയാതെ വണ്ണം മാറ്റിവിടുന്ന എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ നാം മടങ്ങി വരേണ്ടത് വളരെ ആവശ്യമാണ്. സ്തോത്രം. We have come here for worship, but if there is something in our thoughts, something in us that is not letting us go and completely worshiping the Lord, we need to find redemption from those influences. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഒരു സഹോദരിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. In Luke we see about a certain lady. 18 വർഷമായി അവൾ ആലയത്തിൽ വരുന്നവളാ. For 18 years she has been coming to the temple. ആരാധനയ്ക്ക് വരുന്നുണ്ട്. She comes for worship. പക്ഷെ ഒരു പ്രയാസമുണ്ട് അവളുടെ ജീവിതത്തിൽ. സ്തോത്രം. But there is something going on in her അവളെ life. ബന്ധിച്ചിരിക്കുന്ന ഒരു ബന്ധന ശക്തിയുണ്ട്. സ്തോത്രം. And there is a power that is binding her. അവൾക്ക് നീർന്ന ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നില്ല. And she's not able to stand upright and worship the അവളെ Lord. ബന്ധിച്ചിരിക്കുന്നത് ഒരു പൈശാചി ബന്ധനമായിരുന്നു. And an evil power had bound her. ആമേൻ. അവളെ യേശു കർത്താവ് കണ്ടിട്ട് പറഞ്ഞു, സ്തോത്രം, ഇവളും അബ്രഹാമിന്റെ സന്തതിയാ. And Jesus looks at her and tells her that she is also a daughter of Abraham. എന്നാൽ അവളെ ബന്ധിച്ചിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. But സ്തോത്രം. there is a power that is binding her. നിവർന്ന ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നില്ല. സ്തോത്രം. And she's not able to worship the Lord. എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് വരുന്നുണ്ട്. We സ്തോത്രം. come to worship every Sunday. എന്നാൽ മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്ന പോലെ സ്തുതിക്കാൻ കഴിയാതെ വണ്ണം അവളെ ബന്ധിച്ചിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. But there is a power that is binding her, that is not letting her worship as other people do. യേശു അവളെ അരക്കെ വിളിച്ചിട്ട് അവളെ മേൽ കൈവച്ചു. സ്തോത്രം. Jesus calls her and lays his hand upon her. ഇന്ന് രാവിലെ ശ്രദ്ധിക്കണം, അവൾ നിവർന്ന ദൈവത്തെ സ്തുതിക്കാനായി തുടങ്ങി. And she stood upright and worshiped the Lord. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. This സ്തോത്രം. morning the Holy Spirit reminding അവൻ us something. മഹത്വപൂർണ്ണനായ ദൈവമായിരിക്കുന്നു. He is a glorious God. അവൻ രാജാവാണ്. He is the King of Kings. അവൻ ബഹുമാനവും മഹത്വത്തിനും സ്തോത്രത്തിനും യോഗ്യനായ ദൈവമാണ്. And he is worthy of all praise and glory and honor. നീ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. O Lamb, you were slain. നിന്റെ രക്തം കൊണ്ട് നീ എന്നെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. And you bought me with your blood. എന്നാൽ ആ മഹത്വത്തിൽ നിന്നെ സ്തുതിപ്പാൻ കഴിയാതുകൊണ്ട് എന്നെ ബന്ധിച്ചിരിക്കുന്ന ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം അഴിവ് നമുക്ക് ആവശ്യമാണ്. But there are powers and influences not letting us worship the Lord in the manner we should. We need to find rescue out of it. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. രാവിലെ നമ്മുടെ പൈതങ്ങൾ പാട്ടുപാടിപ്പ് എന്റെ കണ്ണ് നിറഞ്ഞു പോയി. സ്തോത്രം. I was tearing up as our young people were worshiping this എന്താണ് നമ്മൾ morning. പാടിയെന്നറിയാമോ? What did we sing? എന്റെ പാട്ടും എന്റെ പ്രശംസയും ദൈവകുഞ്ഞാടെ നിന്റെ ക്രൂശിൽ മാത്രമാണ്. ഹല്ലേലൂയ. And the song says, my song and my praise is in the cross of the Lamb. ഇന്ന് രാവിലെ പ്രശംസ എന്താണ്? ഹല്ലേലൂയ. What is our honor? എന്താണ് നമ്മുടെ പ്രശംസ? എന്താണ്? What is our praise? എന്താണ് നമ്മുടെ മഹത്വം? എന്താണ്? What is our worth? എന്റെ പാട്ടും എന്റെ പ്രശംസയും എന്നിലല്ല, കർത്താവേ ക്രൂശിലാണ്. ദൈവത്തിന് സ്തോത്രം. My song, my pride, my praise is not in me, but it is all in the cross of Jesus. ആമേൻ. ഒത്തിരി പ്രശംസിക്കുവാൻ വകയുള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. Apostle Paul had a lot of things to be prideful about. ഒരുപാട് കാര്യങ്ങൾ തനിക്ക് പ്രശംസാ വിഷയമായിട്ടുണ്ടായിരുന്നു. And a lot of things to take pride in. അങ്ങനെ പ്രശംസാ വിഷയമുള്ള ആരും ഇവിടെ വന്നിട്ടില്ല, ആരും ഇവിടെ ഇല്ല. സ്തോത്രം. No one has stood up to the ranks of Paul എന്നാൽ among പൗലോസ് us. പറഞ്ഞു, എനിക്ക് പ്രശംസിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. But Paul says, I boast in nothing else except the cross of Jesus Christ. ഇത് പൽക്കാല വാക്ക് നിങ്ങൾ തന്നെ പറയും, എനിക്ക് ഇടവരരുത്. ഹല്ലേലൂയ. Lord, let me not boast in anything but your cross, O Lord. Hallelujah. Let me not boast in anything, Jesus. Amen. Amen. Hallelujah. പൗലോസ് പറയുന്ന ഒരു തീരുമാനമാണ്, എനിക്ക് മറ്റൊന്നിലും പ്രശംസിപ്പാൻ
ഇടവരരുത്. It is the strong determination of Paul that Amen. says, let me Amen. not boast in anything but the cross of Jesus. ആമേൻ. മറ്റു പലതിലും ഇട കാണുന്നെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമല്ല. If we ഹല്ലേലൂയ. are boasting in anything else, it doesn't please God. ദൈവമക്കളെ, നമ്മുടെ കുടുംബശ്രേഷ്ഠതയിലോ ജോലിയിലോ ഒന്നിലും നമുക്ക് പ്രശംസിപ്പാനില്ല. ഹല്ലേലൂയ. It's not in our family's inheritance or the job we have. ഉണ്ടെങ്കിൽ വല്ലത് മുന്നിൽ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ നമുക്ക് ഇടയാകരുത്. If there is anything worth mentioning, worth boasting, it is the cross of Jesus Praise Christ. the Lord. Hallelujah. Hallelujah. ഞാൻ ഈ വാക്യത്തെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മധ്യമായി പെട്ടെന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. Let me share a few thoughts that has been put in my heart. എന്തുകൊണ്ട് നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യൻ? Why is our Lord worthy of worship? Amen. ആ വാക്യത്തിൽ നാം വായിച്ചല്ലോ, നമ്പർ 1, അവൻ നമ്മെ, ആ വാക്യം എല്ലായിടത്തും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അവൻ നമ്മെ വീണ്ടെടുത്തത് പിന്നെ വെള്ളി പൊന്ന് മുതലാകുന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അടുത്ത വാക്യം നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാട്. ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. അല്ലേ? He did not redeem us through elements that would see corruption like gold or silver, but he has redeemed us by the blood of Jesus ദൈവത്തെ Christ. സ്തുതിപ്പാൻ വല്ല വകയുണ്ടോ? Is there something to praise God about? നീ ഒരു പണ്ണാരം മുഴുവൻ വെള്ളി കൊണ്ടുവന്നാലും സ്വർണം കൊണ്ടുവന്നാലും നിന്നെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല. സ്തോത്രം. Even if we bring a lot of gold or silver, it cannot save us. എന്ന് രാവിലെ ശ്രദ്ധിക്കണം. എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ വേറെ ഒരു കാരണവും വേണ്ട. എന്നെ വീണ്ടെടുത്ത യേശുവിന്റെ രക്തത്തെ ഓർക്കുമ്പോൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം Man, ചെയ്യണം. I do not need any other reason to worship God. It is the blood of Jesus that makes me worship God. ദൈവമക്കളെ, ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളായിരുന്നവരാണ്, അല്ലേ? We were under the powers of darkness. അവൻ നിത്യത മുഴുവനും നരകാഗ്നിയിൽ വീണ് കിടക്കേണ്ടവരായിരുന്നു ഞാൻ. And we were doomed for eternal destruction. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ചാൽ പോലും കിട്ടാൻ കഴിയാത്തൊരു മണ്ഡലത്തിൽ നീ ചെന്ന് ചേരേണ്ടവളായിരുന്നു. And when we were begging for one drop of water, we would have been in such a state and going into such peril. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണയാൽ സ്തോത്രം, But surely by the great mercy of God, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, ഹല്ലേലൂയ, from the eternal darkness, അവൻ നിന്നെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. God bought us out. അവൻ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ദൈവം തന്നെ ആക്കി വെച്ചതുകൊണ്ട്, And ഹല്ലേലൂയ, he has set us in the kingdom of his son. പൗലോസ് പറഞ്ഞു, നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ And സ്തുതിക്കുന്നവരായിരിക്കണം. therefore Paul says, rejoice in him. ആമേൻ. ശ്രദ്ധിക്കുമോ, നിങ്ങൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം? How shall we praise God? അവൻ സന്തോഷത്തോടെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. Praise God with great joy. നിത്യ നരകത്തിന് അടിമയായി ഞാൻ മാറേണ്ടവനായിരുന്നു. I should have been in eternal hell. എന്നാൽ തമ്പുരാന്റെ മഹാകരുണയാൽ സ്നേഹം എന്നെ തേടി വന്നു. But because of his great mercy, his love came in Amen. search of me. Amen. Hallelujah. Amen. Praise the Lord. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? സന്തോഷമുണ്ടോ? Are we happy this ഇതിലൊന്ന് morning? സന്തോഷിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. Hallelujah. Can we rejoice in the Lord? സ്തോത്രം. Praise God. Amen. നിങ്ങളുടെ മുഖത്തിൽ സന്തോഷം കാണണം കേട്ടോ. സ്തോത്രം. Amen. See the joy on your faces. Amen. 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 Praise God. സ്തോത്രം. ഒരു പുതിയ വണ്ടി വാങ്ങിച്ചാൽ അയ്യോ ഇങ്ങനെ വണ്ടി വാങ്ങിക്കാൻ ഇടയായല്ലോ എന്നാന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്ത്, അങ്ങനെയല്ലല്ലോ. Imagine we bought a new car. What would our expression be? Oh God, this car? No. Amen. ഇന്നലെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ രാമദാസൻ കുരിശമ്മിൽ പാസ്റ്ററും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ ഇടയായി തീർന്നു. Last week, Pastor Kurian Samuel and I, we were rejoicing in the Lord together. അനൂപ് ഷിബിൻ അവരൊരു മനോഹരമായ വീട് വാങ്ങിച്ചു. Brother Anub and Sister Shibin, they bought a new house. അപ്പോൾ അവിടുത്തെ നമ്മുടെ മോനെന്തി അവിടെ ഉണ്ടോ, അവൻ പറയാ പച്ച we bought a new house. So the son comes running to me and tells me, Pastor Picha, we bought a new house. എത്ര സന്തോഷമായിരുന്നു അവന്. And he was very glad. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമുണ്ട്, നമുക്ക് സന്തോഷമാണ്. If our children are happy, we are happy. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു വീട് കിട്ടുന്നതിനേക്കാളും ഒരു നല്ല കാറ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല പ്രൊമോഷൻ കിട്ടുന്നതിനേക്കാളും ഉപരിയായി ഇന്ന് രാവിലെ സന്തോഷത്തോടെ പറയണം, എന്നെ നാശത്തിൻ്റെ പാതിൽ നിന്ന് വീണ്ടെടുത്ത് ആമേൻ സ്വർഗരാജ്യത്തിന് ആക്കി വെച്ച എൻ്റെ ദൈവത്തിന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിലാക്കി വെച്ച എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ കണ്ണുനീരൊക്കെ വരണം കേട്ടോ. ഹല്ലേലൂയ.
But let me tell you, there is a greater joy than buying a new Amen. car, than Hallelujah. buying a new house. The Amen. joy is that we are no longer in the kingdom of Yes. darkness, Amen. but God Hallelujah. has put us in the kingdom of His Son. ഞാൻ പറയട്ടെ, വേദന വരുമ്പോൾ കരയുന്ന കരച്ചിലല്ല ദൈവം ആഗ്രഹിക്കുന്ന. നന്ദിയോട് ഹൃദയങ്ങൾ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്ന ആ സ്തോത്രത്തിന്റെ കണ്ണുനീരിന് ഒരു വിലയുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. Let me tell you, if we are rejoicing in the presence of the Lord and there's Amen. tears coming out, it is Hallelujah. gracious in the presence of the Lord. ആമേൻ. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, Paul says, ആപത്ത് വരട്ടെ, let it be peril, രോഗം വരട്ടെ, let it be sickness, എത്ര സങ്കടങ്ങൾ വരട്ടെ, let it be sadness. എന്തെല്ലാം വന്നാലും Doesn't matter what comes. ക്രിസ്തുവിന്റെ സ്നേഹം തന്നെ മാറ്റുവാൻ ആരെ കൊണ്ട് സാധ്യമല്ല. Nothing can separate me from the love of Jesus. എന്നിട്ട് താൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. And he says something. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും എങ്ങനെ വന്ന് അങ്ങനെയല്ല പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞാട്ടെ. പൂർണ്ണജയം എന്ന് പറഞ്ഞാട്ട്, പൂർണ്ണജയം പറഞ്ഞാട്ട്, നാമോ ചേർന്ന് പറയാമോ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ഒന്ന് വാക്ക് പറഞ്ഞ ശബ്ദം ഉയർത്തി പറയാനും കഴിയുന്നവർ ഞാൻ പറയട്ടെ, പൂർണ്ണജയം നൽകാൻ ദൈവവിശ്വാസം. And Paul says, in all this, Yes. we are more than conquerors Yes. through Him who loved us. We are more Hallelujah. than conquerors. Amen. Hallelujah. Paul says we are more than നിങ്ങളുടെ conquerors in വാക്കുകൊണ്ട് all തന്നെ this. പറയുമ്പോൾ തന്നെ പിശാച് മുട്ടുമടക്കുന്നവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And when we ഹല്ലേലൂയ. say this, the enemy യേശുവിൻ bends before അധികാരമുള്ള us. നാമത്തിൽ ഹല്ലേലൂയ. In the name of ആമേൻ. Jesus. മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം, പൂർണ്ണ ജയം പ്രാപിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളെ ഒതുക്കി വെക്കുന്ന അന്ധകാര ശക്തിയെ പറയാമോ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും. ആമേൻ. Hallelujah. Can we look at the enemy who's trying to come and take Yes. us away and tell him that in Amen. all this we are more than conquerors through Him who Amen. loved us. Amen. Hallelujah. എൻ്റെ ചെറിയ പ്രായത്തിൽ കഥാവിൻ്റെ ദാസൻ പാസ്റ്റർ പി എ ബലു സാർ നിത്യയിൽ പ്രവേശിക്കുന്ന ദൈവദാസൻ പുതുപ്പള്ളിയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ ഞാനൊരു കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കാനിടയായി. In my childhood, I was listening to Pastor P.M. Philip, the late man of God. Amen. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. താനൊരു കൺവെൻഷന് വേണ്ടി പോവുകയാണ്. And he was going to a convention. കൂത്താട്ടോളം നമ്മൾ പിള്ളേർക്ക് അറിയത്തില്ല. കൂത്താട്ടോളം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറയാനും അറിയത്തില്ല, ആ വാക്ക് പറയാതിരിക്കുന്ന കൂത്താട്ടോളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. And he was going to a certain place. കൂത്താട്ടോളത്തോട് താനിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ And while he was traveling alone, അവിടെ കുറച്ച് പിള്ളേരിങ്ങനെ പന്ത് കളിക്കുക, certain kids were playing ball. ഫുട്ബോൾ കളിക്കുകയാണ്. സ്വതം They were playing soccer നമ്മുടെ നാട്ടിൽ over there. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. ആമേൻ. പിള്ളേർ ഭയങ്കര ചാട്ടമാ. സ്തോത്രം. And they were enjoying. എന്താ ചാടാൻ അറിയാമോ? രണ്ട് കമ്പിൻ്റെ ഇടയിൽ കൂടെ ഒരു പന്ത് പോയി. You know what was their joy? That a ball passed through two sticks. അതിനകത്ത് അവർ സന്തോഷിക്കുക. And they were greatly happy about തുള്ളി it. ചാടി ദൈവത്തെ സ്തുതിക്കുക. They were just jumping around and happy. ഇന്ന് രാവിലെ രണ്ട് കമ്പിൻ്റെ ഇടയിൽ കൂടെ ഒരു പന്ത് പോയപ്പം പിള്ളേർ ചാടി തുള്ളി സ്തോത്രം ചെയ്തെങ്കിൽ ഇന്ന് പൽക്കാലം നിന്റെ നാശത്തെ വീണ്ടെടുത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പം നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. If the kids were jumping around in joy for a ball that passed through two sticks, Yes. how much more should we be Amen. jumping and rejoicing in the Lord Amen. who saved us from eternal damnation and brought us to salvation? പറഞ്ഞാട്ട് എന്റെ നാശത്തെ വീണ്ടെടുത്ത എന്റെ ദൈവത്തിന്റെ നാമത്തെ ഞാൻ സ്തോത്രം ചെയ്ത് ആരാധിക്കും. Can we say, God, thank you for saving me from eternal damnation Amen. and bringing me to salvation? Amen. Hallelujah. സ്തോത്രം. ഈ ആലയത്തിൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ആശുപത്രി കിടക്കുന്ന പോലെ കിടക്കില്ല കേട്ടോ. When you come to church, do not be like people who are in a hospital. ICU പോയി നമ്മൾ ഒത്തിരി പേരെ കാണാറുണ്ട്. We see people who are in hospitals. പല ഇരിപ്പുണ്ടോ നിങ്ങൾ ICU കിടക്കുന്ന പോലെ. If I look at you, it seems like you might be in such a state. ICUലാക്കാതെ വേണം തമ്പുരാൻ കൊണ്ടുവന്നെങ്കിൽ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ Praise കഴിയുമോ? God for the one who has rescued us from such a place and brought us here for worship. Amen. അങ്ങനെയല്ലേ സ്റ്റാൻലി? നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരല്ലേ? ഒത്തിരി രോഗികളെ സന്ദർശിക്കുന്നവരല്ലേ? Everyone who works in the hospital, you see them every ആലയത്തിൽ day. വരുമ്പോൾ ദൈവത്തിന്റെ ദാസനായ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്റെ സന്നിധിയിൽ എന്തുണ്ട്? ഒന്ന് പറഞ്ഞു, നിന്റെ സന്നിധിയിൽ എന്തുണ്ട്? What does the man of God നിന്റെ say? സന്നിധി എന്തുണ്ട്? എന്തുണ്ട്? ഉണ്ടോ? The man of God, പരിപൂർണതയുണ്ടോ? the man of God says, Yes. in your presence, O Lord, we Amen. have fullness of joy. അവൻ നിന്റെ വലത്ത് ഭാഗത്ത് എന്തുണ്ട്? ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ട് And what is പ്രബോധനമുണ്ട്. there? ഹല്ലേലൂയ. In your right hand are eternal ഞാൻ പറയട്ടെ, നീ pleasures. കർത്താവിൽ സന്തോഷിക്കുന്നത് കാണുമ്പോൾ പിശാച് നാണം കെടും കേട്ടോ. And ഹല്ലേലൂയ. when we rejoice in the Lord, the enemy will be defeated. യെസ്, നീ മിണ്ടാതിരിക്കുന്നു കാണുമ്പോൾ പിശാച് സന്തോഷിക്കും. When ഹല്ലേലൂയ. you are silent, the enemy rejoices. അത്യുച്ചത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. But when you rejoice in the great Lord, നീ യോഗ്യനാകുന്നു. Lamb, you are worthy. കുഞ്ഞാടേ, നീ യോഗ്യനാണ്. Lamb, you are worthy. ഇതാണ് സ്വർഗത്തിലെ
Amen. Thank you, Jesus. Hallelujah. Praise the Lord. Amen. എന്തുകൊണ്ട് നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം? ഹല്ലേലൂയ. Why should we worship God? നാം വായിച്ചു, അവൻ നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. Because He rescued us. നാശത്തിൻ്റെ അധികാരത്തിൽ നിന്നും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും ദൈവം നമ്മെ വീണ്ടെടുത്തു. From the സ്തോത്രം. kingdom of darkness, He redeemed us. Number 1, His divine nature. Number 2, His divine nature. Number 2, His divine nature. ദൈവത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു? What is the nature of God? ഇന്ന് രാവിലെ ദാസൻ ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മോട് സംസാരിച്ചു. ദയവായി നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. Man of God, while he was doing Bible study, he taught us a lot of things, and I hope we remember them. ദോഷം ചെയ്യുന്നവരോട് ദോഷം ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യ പ്രകൃതിയാണ് നമുക്കുള്ളത്. We have a human nature to give back if someone pays us evil. നമ്മോട് തിന്മ ചെയ്യുന്നവർക്കെതിരെ തിന്മ ചെയ്യുവാൻ ചിന്തിക്കുന്ന ഒരു മനുഷ്യ പ്രകൃതിയാണ് നമുക്കുള്ളത്. If someone does bad to us, we want to do bad back. എന്നാൽ എഫേസ്യർ 2-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ നിങ്ങളൊന്ന് ആ വാക്യം എടുത്ത എഫേഷ്യൻ ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 4 വേഗത്തിൽ. But Ephesians 2 verse 4. Yes. 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 Amen. Amen. Yes. Yes. എവിടെ ഇരുന്ന്? ആമേൻ. വാക്യമൊക്കെ അങ്ങനെ അങ്ങ് വായിച്ചു വിടാനുള്ള വാക്യമല്ല. മനസ്സിലായോ? We cannot brush by these verses. എന്തെങ്കിലും ഒരു വാർത്ത വായിക്കുന്ന പോലെ പുസ്തകം വായിക്കുന്ന പോലെ വായിച്ചു വിടാനുള്ള വാക്യമല്ലത്. ഹല്ലേലൂയ. We cannot read this scripture as we read a simple book. യേശുവിന്റെ നേച്ചർ, കർത്താവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. What is the nature of God? ഇബ്രായലേഖനത്തിലും ആമേൻ റോമാലേഖനത്തിലൊക്കെ വായിക്കുന്ന പദങ്ങളുണ്ട്. There are നമ്മെ certain ഒരു phrases. കാരണവത്താലും നമ്മെ സ്നേഹിക്കാൻ ഒരു പ്ലസ് പോയിന്റ് നമുക്കില്ലായിരുന്നു. There was no reason in us for God to love us. ആമേൻ. യേശുവിനെ ക്രൂശിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു നമ്മൾ കേട്ടോ. We were among the ones who crucified Jesus. യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ കൂട്ടത്തിലായിരുന്നു നമ്മൾ. We സ്തോത്രം. were among the ones who rejected Jesus. ബർബാസിനെ വിട്ടുതരിക എന്ന് പറഞ്ഞ് ആഘോഷിച്ച കൂട്ടത്തിലാണ് നമ്മൾ. സ്തോത്രം. We were among the ones who asked for Barabbas instead of Jesus. യെസ്, അങ്ങനെ തന്നെയായിരുന്നു. സ്തോത്രം. Yes, it is so. ഇന്നും അങ്ങനെ തന്നെയാ പലപ്പോഴും. And it still is. യേശുവിന്റെ ക്രൂശ് പറഞ്ഞത് യേശുവിന്റെ ക്രൂശിനെ ആ മുറിവിനെ വേദനിപ്പിക്കുന്നവരാ നമ്മൾ. We are സ്തോത്രം. the ones who hurt the wounds of Jesus. നമ്മുടെ വാക്കിലൂടെയും മനോഭാവത്തിലും ഒക്കെ യേശുവിന്റെ ക്രൂശിനെ യേശുവിന്റെ മുറിവിനെ വേദനിപ്പിക്കുന്നവരാ. Through our actions and our words, we constantly hurt the wounds of Jesus. പിതാവ് ദൈവം ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ നിങ്ങൾക്ക് എന്നോടുള്ള ബഹുമാനം എവിടെയാ? സ്തോത്രം. And the question that God raises is, if I am the Father, where is the honor that is due me? ഞാൻ രാജാവാണെങ്കിൽ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എവിടെയാ? If സ്തോത്രം. I am the king, where is the honor? മലാക്കി പ്രവചനത്തിൽ വിളിച്ചു പറയുക, നിങ്ങൾക്ക് സ്തോത്രം ഞാൻ ദൈവമാ ഞാൻ പിതാവാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരുന്ന ആരാധനയൊക്കെ ഉണ്ടല്ലോ, അത് കേടുപിടിച്ചതും അത് സ്തോത്രം സന്തോഷിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളാണ്. And in Malachi we read, God is called Father, God is called King, Yes. but God has a complaint. You Amen. call me Father and King, but the worship that you bring Amen. is weak and with blemish. ആമേൻ. അത് ദീനം പിടിച്ചതിനൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. You സ്തോത്രം. bring in sick worship for sacrifice. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദേശാധിപതിക്ക് ഒന്ന് അർപ്പിച്ചു കൊടുത്തേ, അതൊന്നും കൊടുത്തു പോയിക്കേ. And the സ്തോത്രം. question is, will you give this worship or this offering to your നമ്മുടെ നാട്ടിലെ governor? പറഞ്ഞാൽ നമ്മുടെ സെനറ്ററിനോ പഞ്ചായത്ത് മെമ്പർക്കോ ഇത് കൊടുക്കാൻ പറ്റുന്നതല്ല ഇത്. സ്തോത്രം. And the things that we are offering to God is not even worthy ഇന്ന് to രാവിലെ give to a ചോദിക്കുന്നത്, നിങ്ങൾ governor. കൊണ്ടുവന്ന ആരാധന എങ്ങനെയുള്ളതാ? But ഹല്ലേലൂയ. what is the kind of worship that we have നാം brought in ദൈവസന്നിധിയിൽ this വരുമ്പോൾ morning? അർപ്പിക്കുന്ന ആരാധന എങ്ങനെയുള്ളതാണ്? What is ഹല്ലേലൂയ. the nature of our worship? ആമേൻ. പാസ്റ്റർമാർ പറയുമ്പോൾ സ്തോത്രം ചെയ്യുന്ന ആരാധന അല്ല ആരാധന. It is ഹല്ലേലൂയ. not merely a response to a pastor's call. ആരെങ്കിലും ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആരാധിക്കുന്ന ആരാധന അല്ല ആരാധന. It is ഹല്ലേലൂയ. not merely a response to someone's exhortation. ദൈവം പറഞ്ഞു, ഞാൻ മഹാരാജാവായ ദൈവമാകയാൽ. But ഹല്ലേലൂയ. because God is the great King, എനിക്ക് അർപ്പിക്കേണ്ട ആരാധന എങ്ങനെയുള്ളതാണ്? what is the സ്തോത്രം. nature of our worship? അത് മഹത്വപൂർണ്ണമായ ആരാധന ആയിരിക്കട്ടെ. It should be a great worship. കാര്യമുണ്ട്, നിങ്ങൾ പാപികളായിരുന്നു, Why? Because we were sinful. നിങ്ങൾ ദോഷികളായിരുന്നു, We were lost. നിങ്ങൾ ശത്രുക്കളായിരുന്നു, We were enemies of ഇസ്രായേൽ God. പൗരതയോട് യാതൊരു സംബന്ധമില്ലാത്തവരായിരുന്നു, And we had no relationship with the നിങ്ങൾ Commonwealth of Israel. അന്യരായിരുന്നു. We were aliens. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ, But ഹല്ലേലൂയ. God in His mercy. ഇന്ന് രാവിലെ സന്തോഷത്തോടെ പറയാമോ, കരുണാസമ്പന്നനായ ദൈവമോ, Can we say, ഹല്ലേലൂയ. but God in His mercy? ദൂരെ ആയിരുന്ന എന്നെ, ഹല്ലേലൂയ, While we were far away, ആമേൻ, ചേർത്ത്
കരുണയിൽ സമ്പന്നനായ ദൈവം. He is rich in mercy. ദൈവത്തെ സ്തുതിക്കാൻ കാരണമുണ്ടോ? Is that a reason to worship ഉണ്ടോ God? ഉണ്ടോ? Is there a reason to worship? പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞാട്ട് Can we say yes? എന്നെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം ഹല്ലേലൂയ. Thank you for the great love with which you have loved me. നീ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. God, Jesus, you were sacrificed. അങ്ങ് യോഗ്യൻ. Lamb, you are worthy. You are worthy. ഞാൻ അയോഗ്യനായിരുന്നു. സ്തോത്രം. I was unworthy, God. ഞാൻ അപ്രാപ്തനായിരുന്നു. I was unable. ഞാൻ ശത്രുവായിരുന്നു. I was an enemy. എന്നെ സ്വർഗത്തിൽ ഇരുത്തി എന്നാ വായിക്കുന്നത്. But you have made me sit in the heavenly places. എന്തിനു വേണ്ടി സ്വർഗത്തിലിരിക്കുന്നു? And why has God set us in the heavenly places? വരുവാനുള്ള മഹത്വം നിന്നെ കാണിക്കേണ്ടതിന് അവൻ നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. To show us the glory that is being unfolded, God has set us in the heavenly places. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് തരാം. ഈ എഫേസ്യ ലേഖനത്തിൽ നമ്മ ഇപ്പോൾ വായിച്ച വേദവാക്യം നിങ്ങൾ വീട്ടിൽ ചെന്ന് കുറേ നേരം ഒന്ന് ധ്യാനിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹൃദയത്തിൽ വലിയ ആനന്ദം ഉണ്ടാകും. And if you go back home and read through the scripture portion that we read in Ephesians, let me tell you, you will find great joy in the Lord. ക്രിസ്തുയേശു തന്റെ വാത്സല്യത്തിന്റെ ധനത്തിൽ വരുംകാലങ്ങളിൽ നമുക്ക് വേണ്ടി തരുവാനുള്ള മഹത്തരമായ കാര്യങ്ങളെ കാണിക്കേണ്ടതിന് അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. And Paul says God has raised us up in Christ and seated us with him to show the glory that is coming in the ages and the riches of his grace. ഇതുവരെ നമ്മൾ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. We haven't seen anything yet. ഇതുവരെ നാം ഒന്നും കണ്ടിട്ടില്ല. We haven't seen anything yet. ആമേൻ. പൗലോസ് നമ്മൾ ഭാഗികമായി മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്തോത്രം. And Paul says we have only seen a dim image. എന്നാൽ പൂർണ്ണമായി നാം കാണുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. But we will see the full picture one day. നാം ഇങ്ങനെയല്ല ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. And we won't be worshiping in this manner. ഉയർന്ന പൊങ്ങിയുള്ള സിംഹാസനത്തിൽ വസിക്കുന്ന ദൈവത്തെ. ഹല്ലേലൂയ. A God who is seated on a throne that is high and exalted. വിശ്രമം കൂടാതെ ദൂതസംഗമനെ ആരാധിക്കുന്നെങ്കിൽ There is an angel army that worships him without rest. സ്വർഗ്ഗത്തിലെ ആരാധന ഇങ്ങനെയല്ല. The worship in heaven is not like ours. ഇങ്ങനെയല്ല. It is not like ours. സ്വർഗ്ഗത്തിലെ ആരാധന ഇങ്ങനെയല്ല. The heavenly worship is not like ours. ഉയർന്ന പൊങ്ങിയുള്ള സിംഹാസനിക്കുന്ന ദൈവത്തെ. There is a God who is seated on a throne high and exalted. ആരാധിക്കുന്നു. നീ യോഗ്യനാകുന്നു എന്ന് പറഞ്ഞു. And the sound is, you are worthy, God. മൂപ്പന്മാർ കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് പറയുന്നു. And the elders cast their crown. നീ യോഗ്യനാകുന്നു. God, you are worthy. Amen. Hallelujah. Praise the Lord. Thank you, Jesus. Hallelujah. ശാരീരിക ബലഹീനതയിൽ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. I know in our physical weakness we might not be able to stand for a long time. എന്നാൽ ഈ ശരീരം മാറാൻ പോവാ. But this body is going to change. ഈ ശരീരം മാറാൻ പോവാ. This body is going to change. ഇവിടെ നടുവേദനയും പ്രയാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. We ഹല്ലേലൂയ. have our back pain and our sicknesses, but it's going to... വിശ്രമം കൂടാതെ അവനെ ആരാധിക്കുന്ന ദിവസം വരാൻ പോകുക. But there ഹല്ലേലൂയ. will be a day where we are going to worship him day in and day out. ഹല്ലേലൂയ. Can we praise the Lord for that day? ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. This lowly body will be transformed into a glorious body. മതിവരാത്ത നിലയിൽ അവന്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും. And this body will be transformed with great glory before him. ദൈവത്തോട് പറഞ്ഞാൽ എന്റെ ശരീരത്തിൽ മാറ്റം വരാൻ പോവുക. Can we say my body is going to change? മഹത്തകരമായ ശരീരം നിങ്ങൾക്ക് തരാൻ പോവുക. If you're going to put on a glorious body. Amen. Amen. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? Are we happy this morning? എനിക്ക് പക്ഷേ സന്തോഷമുണ്ടോ? Are we happy? ഉണ്ടോ? ഈ ശരീരം മാറും. This body is going to change. അമ്മ താഴ്ചയുള്ള ശരീരം മാറും. This lowly body will transform. മഹത്വമുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തി നമ്മെ സ്വർഗ്ഗത്തിൽ ഇരുത്താൻ പോകുക. And we will put on a glorious body and be in the heavenly places with him. രാവും പകലും വിശ്രമം കൂടാതെ നാം ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. And we are going to worship him day in and day out. ആരാധിക്കുന്ന ആരാധനഗീതം എന്തറിയാമോ? കുഞ്ഞാട് നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. And the sound of the worship will be, Lamb of God, you are worthy, you are worthy. Amen. Hallelujah. എന്തുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം? Why should we worship God? ആമേൻ. എന്നെ ആ വാക്യം ഒത്തിരി സന്തോഷിപ്പിച്ചൊരു വാക്യമാണ്. കൊലോസിലെ ആ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്ന സമയം മെസ്സേജ് ഞാൻ തീർക്കുന്നില്ല. കൊലോസിലെ 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചായിട്ട്. യെസ് യെസ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും യെസ് കർത്തൃങ്ങളാകട്ടെ. യെസ് യെസ്. ആമേൻ. ആമേൻ. എത്ര അഗാധമായ വാക്യങ്ങളാത്. Amen. Praise God.
ഞാൻ പറഞ്ഞില്ല, ചുമ്മാ വായിച്ചു വിടാൻ പറ്റുന്ന വാക്യമല്ലത്. We സ്തോത്രം. cannot simply read through in Colossians 1:15. ആരാ എൻ്റെ ദൈവം? Who is our God? സകലത്തിൻ്റെയും കാരണഭൂതനാ. He is the source of everything. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ കാര്യം ഒരു നല്ല ഗുഡ് ന്യൂസ് ആയിട്ട് ഞാൻ പറയുക. ഹല്ലേലൂയ. Let me share this good news with you. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉളവായി വരണമെങ്കിൽ, ആമേൻ, If there is something that needs to be created in ഏത് your life, വിഷയമാകട്ടെ, no matter what the problem, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവമാ. ആമേൻ. there is only one who can call into existence that which is not. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവമാ. ഹല്ലേലൂയ. There is only one who can call into existence that which is not. He is an omnipotent God. He is an omnipotent He God. calls everything out of nothing. അവൻ സകലതിനെയും ശൂന്യതയിൽ നിന്ന് വിളിക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കുന്നതിൽ മടി കാണിക്കണോ? ആമേൻ. And therefore we cannot be lazy in our മടി worship. കാണിക്കണോ? We cannot keep back ourselves in worship. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. We need to know one thing. ആമേൻ. നാം പുസ്തകത്തിൽ യായിറോസ് എന്ന മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. In the Gospels we read about a man named Jairus. അയാള് മനുഷ്യൻ ദൈവത്തെ ആരാധിച്ച നമ്മൾ ആരാധിക്കുന്നവരൊന്നുമല്ല. And the nature in which he worshipped God is unlike ours. യായിറോസ് പ്രമാണിയായ മനുഷ്യൻ. അങ്ങോട്ട് മക്കളെ ശ്രദ്ധിക്കണം. He is a very honored man. He is a temple ruler. He is a very noble man. He is a very important person. നമ്മളിവിടെ ഒന്ന് കുനിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് വീണ് കിടക്കാനോ നമുക്ക് മടിയാ. And we have great shame in prostrating before God and worshiping him. യേശുവിന്റെ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോ, But when he heard about Jesus, യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ, when Jairus came to know about Jesus, താൻ യേശുവിന്റെ അടുക്കൽ വരികയാ. he comes to Jesus. നടുറോഡിൽ വരിക, നടുറോഡിൽ. And he is in the middle of the road. ഒരു പരീശന്റെ വസ്ത്രധാരണയ്ക്ക് വ്യത്യാസമുണ്ട്. And there is a difference in which a Pharisee ലോകം would മുഴുവനും dress. ഇവനൊരു പാരിസിയാന്ന് പറയും. അത്ര വസ്ത്രധാരണയുള്ളവൻ. അവൻ ആ നിലയിൽ അവനെ ബഹുമാനിക്കുന്നവനാണ്. And looking at his dress code, anyone can say he is a Pharisee. അവൻ റോഡിന്റെ നടുക്ക് യേശുവിനെ കാണുകയാണ്. And he's seeing Jesus in the middle of the road. നടുറോഡിൽ കടന്നുകൊണ്ട് അവൻ യേശുവിന്റെ കാൽപാദത്തിൽ വീണ് നമസ്കരിച്ചു. And he bows down completely at the feet of Jesus in the middle of the road. എന്നിട്ട് യേശുവിന്റെ കാര്യം പറയാ. And he tells Jesus, യജമാനനെ, എന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ട്. Master, I have a problem in my house. എന്താ കാര്യം? What's going on? എന്റെ കുഞ്ഞ് അത്യാസന്നതയിൽ മരിക്കാറായി കിടക്കുക. My daughter is sick and is on the verge of death. നിങ്ങൾ അറിയാമോ യേശുവിനെ യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകാൻ യേശുവിനെ പ്രേരിപ്പിച്ച ശക്തി എന്തെന്നറിയാമോ? You know what compelled Jesus to go to Jairus' അവന്റെ house? സ്ഥാനമാനമല്ല. It's not the place. അവന്റെ പരീക്ഷത്തിന്റെ ആ പദവിയല്ല. സ്തോത്രം. It's not Jairus' അവന്റെ place or ജ്ഞാനത്തിന്റെ authority. കഴിവല്ല, ഉയർച്ചയല്ല. It's not his high position. അവൻ വീണ് നമസ്കരിച്ച യായിറോസിന്റെ കൂടെ പോകാൻ കർത്താവ് തയ്യാറായി. But Jesus was willing to go with Jairus, who was bowing down before him. കുഞ്ഞിനെ ഉണർത്തുന്ന കർത്താവിന്റെ വിഷയമല്ല. സ്തോത്രം. It is not an impossibility for Jesus to raise someone dead. ബാല മരിച്ചുപോയി നമുക്കറിയാം. We know that daughter is dead. കുഞ്ഞ് ദീനമായി കിടക്കുകയാ. The daughter is ill and on the verge of death. അത്യാസന്ന നിലയിൽ കിടക്കുക. സ്തോത്രം. She is very critical. യേശു യജമാനനെ എന്റെ വീട്ടിലോട്ടൊന്ന് വരണേ. And Jairus says, Master, come to my house. എന്റെ കുഞ്ഞ് ദീനമായി കിടക്കുകയാ. My daughter is ill. നമുക്കറിയാം, യാത്ര നിങ്ങൾ ശ്രദ്ധിച്ചേ. And we need to look into that journey. ഇവർ ഒരുമിച്ച് യാത്ര ചെയ്ത് പോവുകയാ. They are going together. അല്പസമയം കഴിഞ്ഞപ്പോൾ ദൂത് മാറി ന്യൂസ് മാറി, വ്യത്യാസമായി ദൂത് മാറിയായി പോയി. കുഞ്ഞ് മരിച്ചു പോയെന്നാ കേട്ടത്. സ്തോത്രം. And the next news that they hear is that the daughter is dead. യേശു കർത്താവ് യായിറോസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാ. ഹല്ലേലൂയ. Jesus enters Jairus' house. തന്റെ ദാസന്മാരൊക്കെ പറഞ്ഞ്, മവള് മരിച്ചു പോയി കേട്ടോ, ഇനിയും യാതൊരു കാര്യവും രക്ഷയില്ല. And the servant of Jairus says, the daughter is dead, we cannot find any കർത്താവ് help. പറഞ്ഞു, യായിറോസേ, അവര് പറഞ്ഞു, നീ കാര്യമാക്കണ്ട. Jesus says, do not be troubled. നീ ആ കാര്യമൊന്നും നീ അവർ പറഞ്ഞ കാര്യമേ നീ കേൾക്കണ്ട. ഹല്ലേലൂയ. Do not listen to them. നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ. Simply believe. ഇന്ന് രാവിലെ പറഞ്ഞ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുള്ള ഒരു നാഥനെ മുഴങ്കാലം മടക്കി ആരാധിപ്പാൻ ആരൊക്കെ തയ്യാറാകുമോ അവരുടെ കൂടെ വരാൻ യേശു തയ്യാറാകട്ടോ. ആമേൻ. Let me tell you, if you are willing to worship Jesus, Amen. bowing down before Yes. him on his knees, Amen. on your knees, he is willing to come with you. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. സ്തോത്രം. Let me tell you one more. വീണ് നമസ്കരിക്കാൻ ആരൊക്കെ തയ്യാറാകുമോ? If we are willing to bow before him, സ്തോത്രം. അവന്റെ കൂടെ വരാൻ യേശു സന്നദ്ധനാ. ആമേൻ. Jesus is willing to come with you. എനിക്ക് വലിയ പദവി ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്നാൽ യേശു വരത്തില്ല. ഹല്ലേലൂയ. If we stand with pride, Jesus won't come with you. വീഴാൻ ആര് തയ്യാറാമോ അവരെ എഴുന്നേൽപ്പിക്കാൻ കർത്താവ് ശക്തനാ. But if you are willing to humble yourself, Jesus is willing to lift you. ദൈവമാണ് നമ്മുടെ ദൈവം. That is our God.
ദൈവമക്കളെ, ഇവിടുത്തെ ഡോളറിന് ഒരു വിലയില്ല. Let me tell you, dollar has no value. ഒരു വിലയുമില്ല. Dollar has no value. ഒരു വിലയുമില്ല. സ്തോത്രം. It has no value. എന്നാൽ വിലയുള്ളത് നിന്റെ ഭക്തിക്കാണ് വില. സ്തോത്രം. But your faith has value. നിന്റെ സ്നേഹത്തിനാണ് വില. Your love has value. ദൈവത്തോടുള്ള നന്ദിക്കാണ് വില. ഹല്ലേലൂയ. Your affection for God has value. ആമേൻ. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. Lamb of God, you were slain. ഞാൻ ആ ദൈവത്തെ ആരാധിക്കുന്നു. I worship that ദിവസം God. എഴുന്നേറ്റ് നിൽക്കാമോ? Can we ഹല്ലേലൂയ. stand in the presence of the Lord? അല്പസമയം നാം ദൈവത്തെ ആരാധിക്കാൻ പോകുക. We are going to ഹല്ലേലൂയ. worship the Lord. ഇന്ന് രാവിലെ അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ആമേൻ. He is worthy of worship. മഹത്വവും സ്തോത്രവും ബഹുമാനവും പ്രാപിപ്പാൻ യോഗ്യനായ ദൈവമാണ്. He is worthy of all glory and honor, praise and എന്റെ worship. മഹത്വം ഞാൻ ആർക്ക് വിട്ടുകൊടുക്കുകയില്ല. And I will not allow my glory to be പോകുമ്പോൾ taken. അല്പസമയം നാം ദൈവത്തെ ആരാധിച്ച് നാം കർത്താവിനെയും കൊണ്ടേ പോകാവൂ കേട്ടോ. We need to go with Jesus. കർത്താവിനെയും കൊണ്ടേ പോകാവൂ. We need to take Jesus with us. യായിറോസിന്റെ കൂടെ യേശുവിന്റെ ഭവനത്തിലേക്ക് പോയതുപോലെ Just like Jairus took Jesus with him. ഇന്ന് രാവിലെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആമേൻ. How many of us are willing to take Jesus കർത്താവേ, with us? എന്റെ വിഷയത്തിന് മുമ്പിൽ നീ ഒന്ന് വരണേ. ആമേൻ. In front of my problems, Jesus, would you come? എനിക്കൊരു വിഷയമുണ്ട്. I have a problem. എനിക്കൊരു വിഷയമുണ്ട്. I have a problem. എനിക്കൊരു സങ്കടമുണ്ട്. I have a sorrow. അത് എന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയത്തില്ല. I cannot solve it. അങ്ങ് എൻ്റെ കൂടെ വരണമേ എന്ന് Lord, come with me. എത്ര പേര് ദൈവത്തോട് ആഗ്രഹിക്കും? How many of us can say ആ that? കരം ഒന്ന് ഉയർത്താമോ? ആമേൻ. Can we lift our hands? ആ കരം ഒന്ന് ഉയർത്തിക്കുക. ഹല്ലേലൂയ. Can we lift our hands? കർത്താവേ, എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒത്തിരി വിഷയങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. There's so many things, God, I cannot solve. ഞാൻ ഒത്തിരി ഡോക്ടർമാരെ കണ്ട് നോക്കി, പക്ഷെ പറ്റുന്നില്ല. I've സ്തോത്രം. seen a lot of doctors, but they cannot solve. പലരോട് ഞാൻ ആലോചന ചോദിച്ചു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. I've sought a lot of counsel, but they cannot solve. എന്റെ ഫ്രണ്ട് സർക്കിൾ പലരോട് ഞാൻ ഈ വിഷയം ഷെയർ ചെയ്തു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. I've sought solution in my friends, but they എന്നാൽ cannot ഒരു കാര്യം solve. ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, But there is one thing I seek. അവരെല്ലാം പരാജയപ്പെട്ട് നിൽക്കുക. When they were all defeated, അങ്ങ് എൻ്റെ കൂടെ വരണമേ. Lord, ഹല്ലേലൂയ. you come with me. നിങ്ങൾ ആ യാത്രയൊന്ന് കണ്ട്, നിങ്ങളുടെ ഭവനമായിട്ടൊന്ന് കാണ്, നിങ്ങളുമായിട്ടൊന്ന് കാണ്. ഹല്ലേലൂയ. Can you imagine that journey? ആ യായിറോസ് നിങ്ങളായിരിക്കട്ടെ. Let you be that Jairus. ആ യായിറോസ് നിങ്ങളുടെ ഭവനമായിരിക്കട്ടെ. സ്തോത്രം. Jairus' house be your house. യേശു വരാൻ സന്നദ്ധനാ. ആമേൻ. Jesus is willing to come. മരിച്ചവരെ ഉയർപ്പിക്കാൻ കർത്താവിന് കഴിയുമല്ലോ. He is able to raise those who are ബാലേ, dead. എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ And ആമേൻ. when he said, daughter, arise, ആമേൻ. ആ മോള് കണ്ണു തുറന്നു. സ്തോത്രം. that girl opened her ഇന്ന് eyes. രാവിലെ കണ്ണു തുറക്കാത്ത ചില വിഷയങ്ങളുണ്ട്. ആമേൻ. There are things where eyes are not being ആശ opened. നഷ്ടപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ആമേൻ. The hope is lost. വിശ്വസിക്കാൻ കഴിയുമോ? എന്റെ യേശു മതിയായവനാ. Can you ആമേൻ. believe my Jesus അവൻ is യോഗ്യനാണ്, enough? അവൻ യോഗ്യനാണ്, അവൻ യോഗ്യനാണ്, അവൻ യോഗ്യനാണ്. He's ഹല്ലേലൂയ. worthy, he's worthy, he's അല്പസമയം നാം worthy. ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാൻ പോകും. നമുക്ക് ചേർന്ന് പാടി സ്തോത്രം പാടാം. We're going to praise and worship the Lord. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിൻ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിൻ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദയ ലഭിച്ചോർ നാം
പ്രശ്നത്തിനും പരിഹാരം നൽകുന്ന ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കടന്നു നിൽക്കുന്ന ആ സഹോദരൻ്റെ കയ്യിലോ സഹോദരിയുടെ കയ്യിലോ നിങ്ങൾ കരങ്ങൾ കൊടുക്കാമോ? ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചിരിക്കുകയാണ്. യായിറോസിൻ്റെ ജീവിതം എന്നതുപോലെ തന്നെ മാനസിക ഭാരങ്ങൾ വേദനിതമായിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ വരുന്ന ഒരു ദൈവസാന്നിധ്യവുമായി ഈ ആലയം വിട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ദാസപ്രിയ മനോജ് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുസന്നിധാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന പിതാവേ, ആരാധനയുടെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഞങ്ങളുടെ അവസാന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. അല്പസമയങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഭവനങ്ങളിലേക്ക് കടന്നു പോകും പിതാവേ. വിവിധമായ വിഷയങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്നതുണ്ട് പിതാവേ. കഴിഞ്ഞ നാളുകളിൽ പല സാഹചര്യങ്ങളോട് ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതിന് നടുവിൽ നിന്റെ അത്ഭുതത്തെ കരം ഞങ്ങൾ കണ്ടിട്ടുണ്ട് പിതാവേ. ഞങ്ങൾ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് പിതാവേ. ഇന്ന് പകൽക്കാലം കരം പിടിച്ച വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സഭയായി ഒരുമിച്ച് അന്യോന്യം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ അങ്ങയുടെ കരം ഇന്ന് പകൽക്കാലം ജനത്തിന് മേൽ നീട്ടുമാറാകണമേ. രോഗികൾ സൗഖ്യമാകുന്ന ദിനമായി തീരുമാറാകണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീറുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ ജനത്തിന്റെ മേൽ അടിയങ്ങളുടെ മേൽ എന്റെ മേൽ നീ അയക്കുമാറാകണമേ. Yes Lord, hallelujah. ദിബാരബ ശംധരാദിയനസിയ. നാഥാ, ഞങ്ങളോട് കരുണ തോന്നണമേ. Yes Lord. യേശു അപ്പാ, ഞങ്ങളോട് കരുണ തോന്നണമേ. കരുണ തോന്നണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ചിന്തകളിൽ പലപ്പോഴും അസ്തമിച്ചു എന്നുള്ള വാർത്തയായിരിക്കാം കേൾക്കുന്നത്. ഇന്ന് പകൽക്കാലം യേശു അപ്പാ, ഞങ്ങളുടെ വിഷയത്തിന്റെ മേൽ നീ ഒന്ന് ഇറങ്ങി വരുമാറാകണമേ. Yes, hallelujah. റമന ശകരാദിക. നീ വന്നതിനായി സ്തോത്രം. സ്തോത്രം. നീ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ജനത്തിന്റെ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ നീ പുതുവഴികളെ തുറക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു പിതാവേ. ഹല്ലേലൂയ. സകല മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് തരുന്നു പിതാവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മളെ ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും കടന്ന എല്ലാ പ്രിയപ്പെട്ട മേലും ഇന്നും എന്നേക്കുണ്ടാകുമാറാകട്ടെ. ഇതുപോലെ കാലം ചെയ്ത് നൽകിയ ദൈവത്തൊഴികൾ കൂടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ